ദൃശ്യം 3 സിനിമ മലയാളത്തിലേതുപോലെ ആയിരിക്കില്ല ഹിന്ദിയിലെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് കാരണം? സിനിമയുടെ 2 ഭാഗങ്ങളും മലയാളത്തിലേതുപോലെ ആയിരുന്നില്ല ഹിന്ദിയിൽ. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആ മാറ്റങ്ങളാൽ തന്നെ മലയാളത്തിലേതുപോലെ 3-ാം ഭാഗം ഹിന്ദിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2015 അജയ് ദേവ്ഗണിനെ നായകനാക്കി നിഷികാന്ത് കാമത്ത് സംവിധാനം ചെയ്തുകൊണ്ട് ഹിന്ദി ദൃശ്യം പുറത്തിറങ്ങുന്നത്. ജോർജ് കുട്ടിക്ക് പകരം വിജയ് ആയിക്കൊണ്ട് അജയ് ദേവ്ഗണും റാണിക്ക് പകരം നന്ദിനി ആയിക്കൊണ്ട് ശ്രിയ സരണുമാണ് അഭിനയിച്ചത്. IG മീര ദേശ്മുഖ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തബു ആണ്. തബുവിനൊരു മാസ് ഇൻട്രൊഡക്ഷൻ സീൻ സിനിമയിൽ നൽകുന്നുണ്ട്. എന്നാൽ മലയാള സിനിമയിൽ അതില്ല. മലയാളത്തിൽ ഗീതാ പ്രഭാകരനെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഹിന്ദിയിൽ ഒരു എക്സ്ട്രാ ഇൻട്രോഗേഷൻ സീൻ തന്നെയുണ്ട്. മലയാളത്തിലെ തിരക്കഥയിൽ വന്നൊരു മിസ്റ്റേക്ക് ഹിന്ദിയിൽ മാറ്റിയിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ദിവസം രാവിലെ 9-നും 10-നും ഇടയ്ക്ക് അസിസ്റ്റന്റായ മോനിച്ചനെ വിളിച്ചിരുന്നെന്ന് പറയുന്നുണ്ട്. നിന്നെ ഫോൺ വിളിക്കോ മറ്റോ ചെയ്തോ? ആ പോയെന്ന് രാവിലെ വിളിച്ചിരുന്നു. എത്ര മണിയായപ്പോ? ഒരു 9-നും 10-നും ഇടയ്ക്ക്. ആ ഒരു കോൾ റെക്കോർഡ് പരിശോധിച്ചാൽ അതിന്റെ യഥാർത്ഥ സമയവും ദിവസവും ഏതാണെന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആഗസ്റ്റ് 3-ന് ചെയ്ത കോൾ ആഗസ്റ്റ് 2-നാണ് ചെയ്തതെന്ന് പറയാൻ ഒരിക്കലും തന്നെ സാധിക്കുകയുമില്ല. അപ്പോൾ തന്നെ ജോർജ് കുട്ടി പിടിക്കപ്പെടും. യഥാർത്ഥത്തിൽ അവിടെ വേണ്ടിയിരുന്നത് മൊബൈൽ ഫോണും കാറും ഉപേക്ഷിക്കാനും തെളിവുകൾ ഉണ്ടാക്കാനും വേണ്ടി ജോർജ് കുട്ടി പോകുന്ന ആ ഒരു ദിവസം ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നും മോനിച്ചനെ വിളിക്കുന്നതായിട്ടുള്ള രംഗമാണ്. പക്ഷേ സിനിമയിൽ അത്തരത്തിലൊരു രംഗമില്ല. അതിനാൽ തന്നെ ഏത് ദിവസമാണ് ജോർജ് കുട്ടി കോൾ ചെയ്തതെന്ന് സിനിമയിൽ വ്യക്തമാകുന്നില്ല. സ്ക്രിപ്റ്റിൽ അത്തരത്തിൽ ടെലിഫോൺ ബൂത്തിൽ നിന്നുള്ള രംഗം ഉണ്ടായിരുന്നുവെന്നും അത് ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ മാത്രം ഒഴിവാക്കിയതുമാണെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. അജയ് ദേവ്ഗണിന്റെ ഹിന്ദി വേർഷനിൽ അത്തരത്തിലൊരു പുതിയ രംഗമൊന്നും ചേർത്തിട്ടില്ല. പകരം അവർ ചെയ്തത് അസിസ്റ്റന്റിനെ IG ചോദ്യം ചെയ്യുന്ന സമയത്ത് അത്തരത്തിലൊരു കോൾ വന്നതായിട്ട് തന്നെ പറയുന്നില്ല. ധ്യാനത്തിന് പോയ ദിവസം അവർ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഉത്തരം പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഹിന്ദി ദൃശ്യത്തിലെ മറ്റൊരു മാറ്റം CCTV ആണ്. മലയാളത്തിലില്ലാതെ പ്രത്യേകം എഴുതി ചേർത്തൊരു രംഗമാണ് CCTV രംഗം. ബസ് കണ്ടക്ടറുമായി പരിചയമുണ്ടാക്കാൻ ഇളയ മോളെ അയക്കുന്ന ജോർജ് കുട്ടിയെ മലയാളത്തിൽ കാണാം. എന്നാൽ ഹിന്ദിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. നായകൻ ബസ്സിൽ കയറിയ ശേഷം ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ കയ്യിൽ പണമില്ല എന്ന് പറയുകയും ATM-ൽ പോയി എടുത്തുകൊണ്ടുവരാമെന്നും പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തിനാലാണ് കണ്ടക്ടർ അവരെ ഓർത്തിരിക്കുന്നതും. ഈ ഒരു സംഭവം പോലീസിനോട് പറയുമ്പോൾ പോലീസ് ATM-ന്റെ അന്നത്തെ CCTV ദൃശ്യം പരിശോധിക്കുന്നു. CCTV-യിൽ ATM-ൽ നിന്നും പണം എടുക്കുന്ന നായകനെ കണ്ട് പോലീസ് ഞെട്ടുന്നുമുണ്ട്. നായകൻ കാർ ഉപേക്ഷിക്കാൻ പോയ ദിവസം ATM-ൽ പോയി പണമെടുക്കുന്നുണ്ട്. പിറ്റേന്ന് കുടുംബവുമായി പോകുന്ന സമയത്ത് ATM-ൽ പോയി പണം എടുത്തു വരാമെന്ന് കണ്ടക്ടറോട് പറഞ്ഞ ശേഷം കുറച്ചു സമയം ഒരിടത്ത് പോയി മറഞ്ഞു നിൽക്കുകയും തിരിച്ചു വരികയും മാത്രമാണ് ചെയ്യുന്നത്. സിനിമയുടെ മലയാളം വേർഷനിലോ മറ്റു വേർഷനിലോ ഒന്നും തന്നെ ഈ ഒരു രംഗമില്ല. ചൈനീസ് സിനിമയിൽ മാത്രം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി ദൃശ്യവും മലയാള ദൃശ്യവും തമ്മിൽ കൾച്ചറൽ ആയിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. സെപ്റ്റംബർ 2-ാം തീയതി തൊടുപുഴയിലെ പാറേപ്പള്ളിയിൽ കാച്ചരപ്പള്ളി അച്ഛന്റെ ധ്യാനമാണ് നടക്കുന്നത്. ഹിന്ദി വേർഷനിൽ ഒക്ടോബർ 2-ന് ഗോവയിലെ പനാജിയിൽ സ്വാമി ചിന്മയാനന്ദയുടെ സത്സംഗാണ് നടക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതിനാൽ തന്നെ അന്ന് മക്കൾ ആരും തന്നെ സ്കൂൾ പോയിട്ടില്ല എന്നും സിനിമയിൽ പറയുന്നുണ്ട്. ആ ഒരു ലീവ് ഡേ ആയതിനാൽ തന്നെയാണ് സത്സംഗിന് പോകാൻ പ്ലാൻ ചെയ്തതെന്നും പറയുന്നുണ്ട്. ഒക്ടോബർ 3-4 ദിവസങ്ങൾ ശനിയും ഞായറുമാണ്. അതും സിനിമയിൽ പറയുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് മലയാളത്തിൽ കുഴിയിൽ നിന്നും ലഭിക്കുന്നത് പശുവിന്റെ ബോഡിയാണ്. എന്നാൽ ഹിന്ദിയിൽ അതൊരു നായയുടെ ബോഡിയായി മാറുന്നുണ്ട്. മലയാളത്തിൽ മൈന്യൂട്ടായി മോഹൻലാൽ ചെയ്തിരിക്കുന്ന ചില ഭാവങ്ങളൊന്നും തന്നെ അജയ് ദേവ്ഗൺ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, പോലീസുകാരും പോലീസ് സ്റ്റേഷനും തന്നെ സംരക്ഷിക്കുമെന്ന് ജോർജ് കുട്ടി പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് പറയുന്നത്. ആ ഡയലോഗ് പറയുമ്പോൾ മോഹൻലാൽ ബോഡി കുഴിച്ചിട്ട സ്ഥലത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. ഈ പോലീസ് സ്റ്റേഷനും എന്നെ സംരക്ഷിക്കുമെന്ന് ഹിന്ദി വേർഷനിൽ അത്തരത്തിലൊരു നോട്ടം തന്നെ ഇല്ല. ഈ 2 സിനിമകളും കമ്പയർ ചെയ്യുമ്പോൾ മലയാളം സിനിമ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത്. 2022 അഭിഷേക് പാഠക് സംവിധാനം ചെയ്തുകൊണ്ട് ദൃശ്യത്തിന്റെ 2-ാം ഭാഗം ഹിന്ദിയിൽ വരുന്നത്. മലയാളം ദൃശ്യം 2 ഒരുപാട് മാറ്റിയാണ് ഹിന്ദി ദൃശ്യം 2 വരുന്നത്. പല കഥാപാത്രങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്, പുതിയ കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പുതിയ ഒരുപാട് രംഗങ്ങളുണ്ട്, ചില രംഗങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ വ്യത്യാസമുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ജോസ് എന്ന കഥാപാത്രം അളിയനെ കൊന്നുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. അതൊരു കുടുംബ തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമായിരുന്നു. എന്നാൽ ഹിന്ദിയിൽ വേറൊരു സംഭവമാണ് കാണിക്കുന്നത്. ഡേവിഡ് എന്നൊരു കഥാപാത്രമാണ് ജോസിന് പകരം. ഡേവിഡ് ഒരു ഡ്രഗ് പെഡ്ലറാണ്. ആ ഒരു തൊഴിൽ മടുത്തുകൊണ്ട് ഭാര്യയും കുട്ടിയുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. രാത്രിയിൽ ഒരു ഡെലിവറിയുടെ സമയത്ത് തന്റെ ബോസായ ടോണി ബായോട് ഒരുപാട് കാശ് ആവശ്യപ്പെടുകയും താൻ ജോലി നിർത്തുകയാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അവർ തമ്മിലുള്ള മൽപ്പിടുത്തത്തിനിടയിൽ പോലീസ് വരികയും ടോണി ബായ് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാലാണ് ഡേവിഡ് അറസ്റ്റിലാകുന്നത്. ആ രംഗങ്ങളെല്ലാം തന്നെ വളരെ രസകരമായിട്ടാണ് ഹിന്ദിയിൽ എടുത്തിരിക്കുന്നതും. മലയാളം ദൃശ്യം 2-വിൽ ആശാശരത്തിന്റെ കഥാപാത്രം അവസാനം മാത്രമാണ് വരുന്നത്. എന്നാൽ ഹിന്ദിയിൽ അങ്ങനെയല്ല. തബു അവതരിപ്പിച്ച IG കഥാപാത്രത്തിന് നല്ല പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട്. സിനിമയുടെ ആദ്യത്തിൽ തന്നെ അവരെ കാണിക്കുന്നുമുണ്ട്.
സിനിമയുടെ ആദ്യത്തിൽ തന്നെ ഒരു ഡെത്ത് ആനിവേഴ്സറി പ്രാർത്ഥനാ സംഗമം കാണിക്കുന്നുണ്ട്. തബു അവതരിപ്പിച്ച മീര ദേശ്മുഖ് എന്ന കഥാപാത്രം അവിടെ തന്നെ വരുന്നുമുണ്ട്. ഒരുപാട് ഡയലോഗുകൾ അടങ്ങിയ ഒരു രംഗമാണത്. എന്നാൽ മലയാളത്തിൽ അത്തരത്തിലൊരു രംഗം തന്നെയില്ല. കേസ് അന്വേഷണത്തിൽ ഗീതാ പ്രഭാകരന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നുമില്ല. മലയാളത്തിൽ കേസ് അന്വേഷിക്കുന്നത് മുരളി ഗോപി ചെയ്ത ബാസ്റ്റിൻ എന്ന കഥാപാത്രമാണ്. ഹിന്ദിയിൽ അക്ഷയ് ഖന്നയുടെ തരുൺ എന്ന കഥാപാത്രവും. എസ്തർ ചെയ്ത അനു എന്ന കഥാപാത്രത്തോടൊപ്പം ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നതും ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമായിട്ടുള്ള പല രംഗങ്ങളും സിനിമയിലുണ്ട്. സിനിമയിൽ ഒരു ട്വിസ്റ്റ് പോലെ അനുവിന്റെ ഫ്രണ്ടിനെ അയച്ചിരിക്കുന്നതും ബാസ്റ്റിനാണെന്ന് കാണിക്കുന്നുണ്ട്. ബാസ്റ്റിന്റെ ഫാമിലിയിലെ ഒരു കുട്ടിയെ അനുവിന്റെ അടുത്തേക്ക് അയച്ചുകൊണ്ട് എന്തെങ്കിലും തെളിവ് ലഭിക്കുമെന്ന് നോക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ ഹിന്ദി സിനിമയിലില്ല. ആ ഒരു പ്ലോട്ട് പൂർണ്ണമായും ഹിന്ദിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. സിനിമയുടെ തെലുങ്ക് വേർഷനിൽ മാത്രം നായകനും നായികയും ചേർന്നുകൊണ്ട് ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു രംഗമുണ്ട്. അയൽവാസി കള്ളു കുടിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കുമ്പോൾ മലയാളത്തിലും ഹിന്ദിയിലുമെല്ലാം തന്നെ പോലീസ് വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ തെലുങ്കിൽ മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. നായകൻ ബോഡി കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ഒരുപാട് നേരം നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഹിന്ദിയിൽ അക്ഷയ് ഖന്നയുടെ ഒരു പ്രധാനപ്പെട്ട രംഗം കാണിക്കുന്നുണ്ട്. വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ രംഗം മലയാളത്തിൽ ഇല്ലായിരുന്നു. ഭാര്യയും കുട്ടികളും മാത്രം വീട്ടിലുള്ള സമയത്ത് IG വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് രംഗം. ആ കഥാപാത്രം അവരെ ഭയപ്പെടുത്താനും മാനസികമായി തളർത്താനും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. ആ രംഗത്തെ തുടർന്നു കൂടിയാണ് നായകനെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നതും പല ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ദൃശ്യം 3 ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷാജോൺ ചെയ്ത സഹദേവൻ എന്ന കഥാപാത്രമാണ്. ഹിന്ദിയിൽ കമലേഷ് സാവന്ത് എന്ന നടനാണ് ലക്ഷ്മികാന്ത് ഗായത്തൊണ്ടെ എന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ദൃശ്യത്തിന് മുമ്പ് അദ്ദേഹം കുറച്ചു സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പലതും മിന്നായം പോലെ പ്രത്യക്ഷപ്പെടുന്ന പോലീസ് കോൺസ്റ്റബിൾ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ദൃശ്യം 2 വരുമ്പോൾ ആദ്യ ഭാഗത്തിലെ 2 കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒന്ന് സഹദേവനും മറ്റൊന്ന് മോനിച്ചനും. ജോർജ് കുട്ടിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് നീരജ് മാധവ് അവതരിപ്പിച്ച മോനിച്ചൻ എന്ന കഥാപാത്രത്തെ കാണിക്കുന്നത്. എന്നാൽ ഹിന്ദിയിൽ ആ അസിസ്റ്റന്റ് കഥാപാത്രം തുടരുന്നുണ്ട്. 1-2 രംഗങ്ങളിൽ മാത്രമുള്ള ആ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. മലയാളത്തിൽ ഒഴിവാക്കിയ സഹദേവന്റെ കഥാപാത്രത്തിന് ഹിന്ദിയിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ IG തരുണിന്റെ ഇൻട്രൊഡക്ഷൻ രംഗം തന്നെ ഗായത്തൊണ്ടയുടെ കഥാപാത്രത്തിലൂടെയാണ്. അണ്ടർ കവർ കോപ്സ് എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ സഹദേവനും ഗീതാ പ്രഭാകരനും പുതിയ IG യും എല്ലാം തന്നെ ഹിന്ദിയിൽ വരുന്നുണ്ട്. ഹിന്ദിയിൽ സഹദേവന് അതായത് ഗായത്തൊണ്ടയ്ക്ക് ഒരുപാട് മാസ് ഡയലോഗുകളും ഒരുപാട് രംഗങ്ങളും നൽകിയിട്ടുണ്ട്. സഹദേവന്റെ പേഴ്സണൽ റിവഞ്ച് എല്ലാം തന്നെ തുടരുന്നുണ്ട്. കേസ് അന്വേഷണത്തിൽ മുഴുവനായിട്ടും സഹദേവൻ എന്ന കഥാപാത്രം സിനിമയിൽ ഉടനീളമുണ്ട്. പഴയ പല കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. याद है तुम्हें मुझे क्या कहा था हर कुत्ते का दिन आता है मैं कुत्ता तो नहीं लेकिन आज दिन मेरा അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളെല്ലാം തന്നെ വീണ്ടുമുണ്ട്. അതായത് ഹിന്ദി ദൃശ്യം 2-ൽ സഹദേവൻ എന്ന ഗായത്തൊണ്ട് ഒരുപാട് രംഗങ്ങളിൽ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം ദൃശ്യം 3-യുടെ ഇന്റർവൽ പഞ്ചായിക്കൊണ്ട് സഹദേവനെ കാണിക്കുന്ന പോലെ ഹിന്ദിയിൽ ഗായത്തൊണ്ടയെ കാണിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കാം അത് അവതരിപ്പിക്കുന്നത്. ദൃശ്യം 2 കണ്ട പ്രേക്ഷകർക്ക് ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ ഉത്തരം ദൃശ്യം 3-ൽ നൽകുന്നുണ്ട്. ഫോറൻസിക് ലാബിൽ നിന്നും സ്കെൽട്ടൺ നഷ്ടപ്പെടുന്നതിന്റെ കോൺസിക്വൻസും കുഴിവെട്ടുകാരനെല്ലാം തുറന്നു പറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളും ആസിഡ് വാങ്ങിയതിനെ കുറിച്ചും എല്ലാം തന്നെയുള്ള ഉത്തരം സിനിമയിലുണ്ട്. അതെല്ലാം തന്നെ ഹിന്ദി സിനിമയിലും ഉപയോഗിച്ചേക്കാം. ഹിന്ദിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗീതാ പ്രഭാകറിന് പകരമായി തബു അവതരിപ്പിച്ച കഥാപാത്രം. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ ഹിന്ദി ദൃശ്യം 3-ൽ കസേരയിൽ വെറുതെ ഇരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ നടത്തിയതിനാലും മേക്കിങ്ങിലും മലയാളം സിനിമയേക്കാൾ വളരെ മികച്ചതായിരുന്നു ഹിന്ദി ദൃശ്യം 2. അതുകൊണ്ട് തന്നെ ഹിന്ദി ദൃശ്യം 3-യും വളരെ മികച്ചതാക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഹിന്ദി ദൃശ്യം 3-ൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.